ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. AD 200 കരിങ്കടൽ തീരത്തുള്ള സൈനോപ്പു പട്ടണത്തിൽ ഭക്തനായ ഒരു ക്രിസ്ത്യാനി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫോക്കാസ് എന്നായിരുന്നു. ഫോക്കാസിന് നല്ലൊരു വീടും മനോഹരമായ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരുടെയും ഒരു ഉത്തമ സുഹൃത്തായി ജീവിച്ചു. അക്കാലത്ത് ക്രിസ്ത്യാനികളെ വേട്ടയാടി കൊല്ലുന്നതിനുള്ള കൽപ്പന റോമൻ ചക്രവർത്തി പുറപ്പെടുവിച്ചു. ഒരു ദിവസം സന്ധ്യാസമയത്ത് 3 അപരിചിതരായ രാജഭടന്മാർ ഫോക്കാസിൻ്റെ തോട്ടത്തിൻ്റെ പടിവാതിലിൽ മുട്ടി. അദ്ദേഹം ഇറങ്ങിച്ചെന്നു. തങ്ങൾ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥന്മാരാണെന്നും ഒരു ഫോക്കാസിനെ തേടിപ്പിടിച്ച് കൊല്ലുന്നതിന് ചെന്നതാണെന്നും ആളറിയാതെ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. നിങ്ങൾ ദൂരയാത്ര ചെയ്ത് ക്ഷീണിച്ചവരാണല്ലോ, ഭക്ഷണം കഴിച്ച് രാപാർക്കുക. രാവിലെ ഫോക്കാസിനെ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഭക്ഷണാനന്തരം അവർ ഉറങ്ങി. ഫോക്കാസിന് ഓടി രക്ഷപ്പെടാനുള്ള പരീക്ഷ ഉണ്ടായി. അത് ഭീരുത്വവും തൻ്റെ പ്രിയ രക്ഷകനോടുള്ള അവിശ്വസ്തതയുമാണെന്ന് ഓർത്തു. കൂടാതെ ഒരു ക്രിസ്ത്യാനി വാഗ്ദത്തം പാലിക്കണമെന്നുള്ള പ്രമാണക്കാരനുമായിരുന്നു. ഒടുവിൽ പരീക്ഷയിൽ അദ്ദേഹം വിജയിച്ചു. രാത്രിയിൽ തൻ്റെ ആയുധങ്ങളെടുത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ചെടികൾക്കിടയിൽ കുരിശാകൃതിയിൽ ഒരു ശവക്കുഴി വെട്ടിയുണ്ടാക്കി. രാവിലെ രാജഭടന്മാരെ അവിടേക്ക് ആനയിച്ചു. പ്രിയ സ്നേഹിതരെ, ഫോക്കാസ് ഞാൻ തന്നെയാണ്. എന്നെ വധിച്ച് ഇതിൽ മറവ് ചെയ്യുക. രാജകൽപ്പന നടക്കട്ടെ എന്ന് പറഞ്ഞു. പരതന്ത്രനായ രാജഭടന്മാർക്ക് ഇത്ര നല്ലൊരു മനുഷ്യനെ കൊല്ലുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ ആ വയോവൃദ്ധനെ സ്നേഹിച്ചു. എന്നാൽ അവർക്ക് ഉഗ്രമായ രാജകൽപ്പന അനുസരിക്കാതിരിപ്പാൻ നിർവാഹമില്ലായിരുന്നു. വളരെ വേദനയോടെ അവർ കൃത്യം നിർവഹിച്ചു. പടയാളികൾ ഉത്തമനും നല്ലവനുമായ ഫോക്കാസിൻ്റെ സൽക്കാരപ്രിയം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഇവ പുകഴ്ത്തുകയും ഇങ്ങനെയുള്ള നല്ല ആളുകളെ കൊല്ലുന്നത് എത്ര ഭോഷത്വം എന്ന് പറയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഭീരുത്വത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും ഒളിച്ചോടുവാനല്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പറയുന്നത്. അതിനോട് സധൈര്യം നേരിടുവാനും ആ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം അവയെ അഭിമുഖീകരിക്കുവാനുമുള്ള വലിയൊരു ആഹ്വാനം ഇന്നത്തെ വചനത്തിലൂടെ ഫോക്കാസിൻ്റെ ഈ ജീവിതത്തിലൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്നു. ആ വചനപ്രകാരം ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവെ, ഞങ്ങളുടെ മുമ്പിലുള്ള ശത്രുഭയത്തിൻ്റെ മുമ്പിലും കർത്താവെ, ഒരിക്കലും ഞങ്ങൾ ഭീരുക്കളായി ഒളിച്ചോടുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലം ആരുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് കർത്താവെ, അനുകൂലമുള്ള കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഒന്നിനെ ഓർത്ത് ഞങ്ങൾ കർത്താവെ പേടിക്കുവാനോ ഭീരുക്കളാകുവാനോ ആവശ്യമില്ല എന്ന് ഇന്നത്തെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ വചനത്തിൽ വേരൂന്നി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചാട്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.